8-ാം തീയതി സമരം ചെയ്യാൻ പോവാണ് കേന്ദ്രത്തിനെതിരെ എന്ന മുഖ്യമന്ത്രി പ്രധാനമന്ത്രി അടുത്ത് കിട്ടിയിട്ട് പോലും അതിനെക്കുറിച്ച് കമാശം വേണ്ടിയിട്ടില്ല. അപ്പോൾ അന്തർധാര വ്യക്തമായി കഴിഞ്ഞു. തൃശ്ശൂർ ഏതാണ്ട് CPIനെ കുരുതി കൊടുക്കാൻ തീരുമാനിച്ചു. നമസ്കാരം. ഏവരും ഉറ്റുനോക്കുന്ന ലോകസഭാ മണ്ഡലമാണ് തൃശ്ശൂർ. തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി മത്സരിക്കും എന്നുള്ളത് ഏതാണ്ട് 99% ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ BJPയുടെ ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും എത്തിയിട്ടില്ല. എന്നാൽ ബൂത്ത് തലം മുതൽ പഞ്ചായത്ത് തലം മുതൽ സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി BJP പ്രവർത്തകർ ഏറെ ദൂരം മുന്നോട്ട് പോയിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. സുരേഷ് ഗോപി മാധ്യമങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് തന്നെയാണ്. തെരഞ്ഞെടുപ്പിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എവിടെ വരെയായി എന്ന് സുരേഷ് ഗോപിയോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എലക്ഷൻ മുൻകൂട്ടി കണ്ടുകൊണ്ടല്ല, ഞാൻ മണ്ഡലത്തിൽ ഞങ്ങളുടെ BJP പ്രവർത്തകരുടെ പ്രവർത്തനം തുടങ്ങിയിട്ട് വർഷങ്ങളായി എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിച്ച് ഏതാണ്ട് 3 ലക്ഷത്തിനടുത്തുള്ള വോട്ടുകൾ നേടിയിട്ടുണ്ടായിരുന്നു. 3 ലക്ഷത്തിന് നിസാര വോട്ടുകളെ കുറവുണ്ടായിരുന്നുള്ളൂ. അത്രത്തോളം BJPക്ക് നല്ല ഒരു വോട്ട് ശതമാനം കൂടുതൽ ഉണ്ടാക്കുവാൻ സുരേഷ് ഗോപി എന്ന സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞു എന്ന് തന്നെയാണ് പറയുന്നത്. ഇക്കുറി തൃശ്ശൂർ മണ്ഡലത്തിലുണ്ടായിരിക്കുന്ന വോട്ട് ഗതികളുടെ രീതികൾ നോക്കുമ്പോൾ തീർച്ചയായും സുരേഷ് ഗോപി വിജയം നേടും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. എന്തായാലും BJPയുടെ ഔദ്യോഗിക സ്ഥിരീകരണം എത്തിയിട്ടില്ല. തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെയാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും പ്രവർത്തകർ ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മാസത്തിൽ 2 തവണ, അതായത് 2 ആഴ്ചയിൽ 2 വട്ടമാണ് തൃശ്ശൂരിലേക്ക് എത്തിയത്. ഒന്ന്, നാരീശക്തി സംഗമം എന്ന പരിപാടിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി അദ്ദേഹം എത്തി. രണ്ടാമത് ജനുവരി 7-ാം തീയതി ഗുരുവായൂരിൽ നടന്ന സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി തന്നെയാണ് മോദി എത്തിയത്. ഒരു പ്രധാനമന്ത്രി കേരളത്തിൽ ഒരു നേതാവിന്റെ മകളുടെയോ അല്ലെങ്കിൽ നേതാവിന്റെ ബന്ധുവിന്റെയോ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യ സംഭവമായി തന്നെ ഇരിക്കുന്നു. നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് ഗുരുവായൂരിൽ എത്തുകയുണ്ടായി. എന്നാൽ വെറും ഒരു കല്യാണ ചടങ്ങിന് വേണ്ടി മാത്രമല്ല നരേന്ദ്രമോദി ഗുരുവായൂരിലേക്ക് എത്തിയത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ആദ്യ തവണ തൃശ്ശൂരിലേക്ക് എത്തിയ നരേന്ദ്രമോദി BJPയുടെ ഔദ്യോഗിക ഭാരവാഹിത്യം ഒന്നും ഇല്ലാതിരുന്നിട്ട് പോലും നരേന്ദ്രമോദി തന്റെ റോഡ് ഷോയിൽ തന്റെ ഒപ്പം നിർത്തിയത് സുരേഷ് ഗോപിയെ ആയിരുന്നു. BJPയുടെ ഭാരവാഹിത്വമുള്ള സംസ്ഥാന അധ്യക്ഷനായ K. സുരേന്ദ്രനും വനിതാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായ നിവേദിതയും മാത്രമായിരുന്നു അദ്ദേഹത്തോടൊപ്പം തുറന്ന ജീപ്പിൽ റോഡ് ഷോയിൽ പങ്കെടുത്ത 2 പേർ. അവർ 2 പേരും BJPയുടെ ഭാരവാഹിത്വം ഉള്ള ആളുകളായിരുന്നു, ഔദ്യോഗിക ചുമതലയുള്ള ആളുകളായിരുന്നു. എന്നാൽ BJPയുടെ ഔദ്യോഗിക ഭാരവാഹിത്വം ഒന്നും ഇല്ലാതിരുന്നിട്ട് പോലും നരേന്ദ്രമോദി തന്റെ റോഡ് ഷോയിൽ സുരേഷ് ഗോപിയെ കൂടി ഉൾപ്പെടുത്തി തന്റെ ഒപ്പം തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുവാൻ കൂടെ നിർത്തിയതിന്റെ ഉദ്ദേശം, ഇത് എന്റെ ആളാണ്, സുരേഷ് ഗോപി എന്റെ ആളാണ്, സുരേഷ് ഗോപിയെ നിങ്ങൾ തൃശ്ശൂരിൽ നിന്നും തെരഞ്ഞെടുത്ത് ലോക്സഭയിലേക്ക് എത്തിക്കണം എന്നുള്ള സന്ദേശം തൃശ്ശൂർ നിവാസികൾക്ക് നൽകുന്ന ഒരു സന്ദേശം തന്നെയായിരുന്നു നരേന്ദ്രമോദി തന്റെ റോഡ് ഷോയിലൂടെ തൃശ്ശൂർ നിവാസികൾക്ക് കൊടുത്തത് എന്ന് തന്നെയാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ഇതിന്റെ പുനരാവർത്തനം തന്നെയായിരുന്നു നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് എത്തിയപ്പോൾ നൽകിയതും എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ അതിലൊക്കെ ഉപരിയായി ഇപ്പോൾ മറ്റൊരു രാഷ്ട്രീയത്തിൽ മറ്റൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാവായിരുന്നു, ലീഡർ എന്നറിയപ്പെട്ട മൺമറഞ്ഞു പോയ മുൻ മുഖ്യമന്ത്രി കൂടിയായ K. കരുണാകരൻ. K. കരുണാകരന്റെ സ്വന്തം തട്ടകമായിരുന്നു തൃശ്ശൂർ. അദ്ദേഹം മാളയിൽ നിന്നാണ് എപ്പോഴും മത്സരിച്ചതെങ്കിൽ കരുണാകരന്റെ മാള എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ തൃശ്ശൂർ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ തട്ടകം. ഈ തൃശ്ശൂരിനെ കുറിച്ച് നന്നായി അറിയാവുന്ന ആൾ തന്നെയാണ് കരുണാകരന്റെ മകനും കോൺഗ്രസ് നേതാവും മുൻ KPCC പ്രസിഡന്റുമായിരുന്ന K. മുരളീധരൻ. ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസിന്റെ MP തന്നെയാണ്. അദ്ദേഹം ഒരു കാര്യം കൂടി എടുത്തു പറയുകയുണ്ടായി. വളരെ ഗൗരവമേറിയ ഒരു ചിന്തയായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ ഒരു പ്രസ്താവനയിൽ വളരെ ഗൗരവമേറിയ ഒരു കാര്യം എടുത്തു പറയുന്നു. ഇക്കുറി
കേരളത്തിൽ BJPയും CPMും തമ്മിൽ ഒരു അന്തർധാരയുണ്ടാക്കിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. കേരളത്തിൽ BJP എന്ന രാഷ്ട്രീയ സംഘടനയും CPMും തമ്മിൽ ഒരു അന്തർധാര രൂപം കൊണ്ടിരിക്കുന്നു. അത് പിറവിയെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് കെ മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. അത് വെറുതെയല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനു വേണ്ടി അഥവാ വീണ വിജയൻ CMRൽ നിന്ന് 1,72,00,000 രൂപയാണ് മാസപ്പടിയായി കൈപ്പറ്റിയത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഈ മാസപ്പടി കൃത്യമായ രീതിയിൽ തന്നെ അഴിമതി പണമാണ്. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രം ഒരു കച്ചവട സ്ഥാപനക്കാരൻ അല്ലെങ്കിൽ ഒരു വ്യവസായി തന്റെ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ മകൾക്കും കേരളത്തിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കുമെല്ലാം വാരിക്കോരി പണം കൊടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്ക് എതിരെയായി KSIDC എന്ന സ്ഥാപനത്തിന് CMRൽ 13% ഓഹരിയുണ്ട്. അങ്ങനെയെങ്കിൽ KSIDCയെ നിയന്ത്രിക്കുന്നത് സംസ്ഥാനത്തിന്റെ മേധാവിയായ മുഖ്യമന്ത്രി എന്ന രീതിയിൽ മുഖ്യമന്ത്രിയിലേക്കും മുഖ്യമന്ത്രിയുടെ മകളിലേക്കും അഴിമതി ആരോപണവുമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എത്തുമ്പോൾ മകളെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി CPM തൃശൂരിൽ BJPയുമായി ചില അന്തർധാരകൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് കെ മുരളീധരൻ തുറന്നു പറഞ്ഞത്. അതായത് പിണറായിയുടെ മകളെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി അഥവാ പിണറായിക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടി തൃശൂരിൽ CPIയുടെ മണ്ഡലമാണ്, CPIയെ കുരുതി കൊടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ്. അതായത് CPIയുടെ സ്ഥാനാർത്ഥി തൃശൂരിൽ തോൽക്കും എന്നാണ്, CPMക്കാർ BJPക്ക് വോട്ട് ചെയ്യും എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. അതായത് BJPക്ക് വേണ്ടി CPMന്റെ വോട്ടുകൾ മറിയും, പകരം പിണറായി വിജയന്റെ മകളെയും പിണറായി വിജയനെ കേന്ദ്രം സംരക്ഷിക്കും എന്നാണ് കെ മുരളീധരൻ ഇതിലൂടെ ഉദ്ദേശിച്ചത്. എന്നാൽ കെ മുരളീധരന്റെ ഇത്തരം പ്രസ്താവനകൾ ശ്രദ്ധയിൽപ്പെട്ട ചില രാഷ്ട്രീയ നിരീക്ഷകർ ചില അഭിപ്രായ പ്രകടനങ്ങൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. അതായത് ഇത് മുരളീധരന്റെ ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണ്. BJPയും കേന്ദ്ര നേതൃത്വവും തമ്മിൽ ചില ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ധാരണയുടെ അടിസ്ഥാനത്തിൽ തൃശൂരിലെ സിറ്റിംഗ് MP-യായ TN പ്രതാപിനെ മനഃപൂർവ്വം തോൽപ്പിക്കുന്നതിന് വേണ്ടി BJPയിലെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് വോട്ട് കൊടുക്കും, കോൺഗ്രസിന്റെ വോട്ട് അവിടെ മറിച്ച് ചെയ്യപ്പെടും. ഈ സത്യാവസ്ഥ മറച്ചു പിടിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നീട് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുമെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ടാണ് ഇപ്പോൾ കെ മുരളീധരൻ ഇത്തരത്തിൽ സംസാരിക്കുന്നത്. അതായത് CPMും BJPയും തമ്മിൽ ഒരു അന്തർധാരയുണ്ട്, അത് പിറവികൊണ്ടിരിക്കുന്നു. അതിന്റെ ഉദ്ദേശം പിണറായി വിജയനും മകൾക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി തന്നെയാണ് എന്നുള്ളതാണ് കെ മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ ഇത് മുരളീധരൻ ഒരു മുൻകൂർ ജാമ്യം എടുത്തത് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ഇത് അറിഞ്ഞ CPMക്കാരും മറ്റു ചില രാഷ്ട്രീയക്കാരും ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നത്തെ കോൺഗ്രസ്സുകാരൻ നാളത്തെ BJPക്കാരനാണ് എന്നുള്ളത് തന്നെയാണ് അവർ അതിന് ആക്ഷേപമായി പറയുന്നത്. കോൺഗ്രസിൽ നിന്നും BJPയിലേക്കുള്ള അടിയൊഴുക്കുകൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു പല രാഷ്ട്രീയ നിരീക്ഷകരും ഇത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത്. അതായത് തൃശൂരിൽ TN പ്രതാപൻ എന്ന കോൺഗ്രസ്സുകാരൻ സിറ്റിംഗ് MP ഈ പ്രാവശ്യം സുരേഷ് ഗോപിയോട് നേരിട്ട് എതിരേറ്റ് മത്സരത്തിൽ തോൽക്കും, ദയനീയമായി പരാജയപ്പെടും എന്ന് തന്നെയാണ് പറയുന്നത്. അതിന് ഉദാഹരണമായി അവർ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം തൃശൂരിൽ നിന്നും TN പ്രതാപൻ നേടിയ വോട്ടിന്റെ ഭൂരിപക്ഷം ഏതാണ്ട് 93,000-ൽ ശിഷ്ടം വോട്ടുകളായിരുന്നു. നിലവിലെ കണക്കനുസരിച്ച് നോക്കുമ്പോൾ CPI സ്ഥാനാർത്ഥി അവിടെ കഴിഞ്ഞ പ്രാവശ്യം നേടിയ വോട്ട്, തൃശൂരിൽ നേടിയ വോട്ട് 3,25,000 വോട്ടിന്റെ അടുത്തായിരുന്നു. സുരേഷ് ഗോപി 3 ലക്ഷത്തിനടുത്ത് വോട്ട് അവിടെ നേടുകയുണ്ടായി. TN പ്രതാപന്റെ 93,000-ൽ ശിഷ്ടം മാത്രമായിരുന്നു ഭൂരിപക്ഷം. ഇതിനെ മറികടക്കാൻ മാറിയ സാഹചര്യത്തിൽ വോട്ടിന്റെ ഗതിവിധികൾ നോക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് സാധിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ BJPയോടൊപ്പം കോൺഗ്രസും അല്ലെങ്കിൽ CPMും ചില അന്തർധാരകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പാട്ടും പാടി സുരേഷ് ഗോപി തൃശൂരിൽ നിന്ന് ജയിക്കും എന്ന് തന്നെയാണ് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകർ ഇത്തരത്തിൽ അഭിപ്രായപ്പെടുമ്പോൾ സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് CPM ആയിരുന്നു എന്ന് കോൺഗ്രസ്സുകാരും, സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് കോൺഗ്രസ്സുകാരാണെന്ന് CPMും ആരോപിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പരക്കെ ഉയർന്നു കേൾക്കുന്ന ആക്ഷേപം. എന്നാൽ ഒരു കാര്യം ഇതിൽ നിന്നും വ്യക്തമാകുന്നു, സ്പഷ്ടമാകുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഏത് തരത്തിലുള്ള അന്തർധാരയുണ്ടായാലും ഈ അന്തർധാരകളെല്ലാം സൂചിപ്പിക്കുന്നത് സുരേഷ് ഗോപിയുടെ വിജയം തന്നെയാണ്. അതായത്
ഇടത് വലത് മുന്നണികൾ സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ്. കെ മുരളീധരൻ ഇത്തരം ഒരു കാര്യം തുറന്നു പറയുക വഴി അവിടെ സിറ്റിംഗ് MP ആയ TN പ്രതാപന് ഒരു പണി കൊടുത്തു എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തിനാണ് തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തിയിരിക്കുന്ന അവസരത്തിൽ കെ മുരളീധരൻ TN പ്രതാപന് എതിരെ ഇത്തരത്തിൽ ഒരു അസ്ത്രം തൊടുത്തുവിട്ടത്, അല്ലെങ്കിൽ TN പ്രതാപന് നേരെയാണ് എന്ന് തോന്നിക്കാത്ത വിധം ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് ചില ഗൂഢലക്ഷ്യങ്ങളോട് കൂടി തന്നെയാണ്. അതായത് BJPയും കോൺഗ്രസ്സുകാരും തമ്മിൽ ചില ധാരണകൾ ഉണ്ടായിരിക്കുന്നു. അത് പിൽക്കാലത്ത് ചോദ്യം ചെയ്യാതിരിക്കുവാൻ വേണ്ടി കെ മുരളീധരൻ ഒരു മുൻകൂർ ജാമ്യം എടുത്തതാണ് എന്നാണ് ഇപ്പോൾ പരക്കെ ഉയർന്നു കേൾക്കുന്ന ആക്ഷേപം. എന്തു തന്നെയായാലും CPM പറയുന്നു CPM-കാരും കോൺഗ്രസും തമ്മിൽ അന്തർധാരയുണ്ട്. ഇന്നത്തെ കോൺഗ്രസ്സുകാരൻ നാളത്തെ BJP-കാരനാണ്. പിണറായി വിജയനും മകളും രക്ഷപ്പെടുവാൻ വേണ്ടി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി BJPയുമായി ചില അന്തർധാരകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. BJPക്ക് ഇക്കുറി കേരളത്തിൽ നിന്ന് 5 സീറ്റെങ്കിലും നേടിക്കൊടുക്കാൻ CPM തയ്യാറായിരിക്കുന്നു. അതിൽ ഒരു സുരക്ഷിത മണ്ഡലം തൃശൂർ തന്നെയാണ് എന്ന് പറയുമ്പോൾ പിണറായി വിജയനും CPM-ഉം തന്നെയാണ് BJPയുമായി അന്തർധാര ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് കോൺഗ്രസ്സുകാരും പറയുമ്പോൾ ഒരു കാര്യം സുനിശ്ചിതമാകുന്നു: തൃശൂരിൽ സുരേഷ് ഗോപി വിജയിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെന്ത് തന്നെയായാലും BJP പ്രവർത്തകരും സുരേഷ് ഗോപിയും തൃശൂരിൽ തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗോതയിൽ ഇറങ്ങിക്കഴിഞ്ഞു എന്നുള്ള ചിത്രം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.